വിശ്വാസം സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നതിൽ തെറ്റെന്ത്? ഇടുക്കിയിൽ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസവുമായി LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയുടെ മനസ്സെന്നും തനിക്കൊപ്പമാണെന്നും മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ഹൃദയബന്ധം വോട്ടായി മാറുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രളയകാലം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ നാടിനെ ചേർത്ത് പിടിക്കാൻ സാധിച്ചുവെന്നത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ തനിക്ക് യാതൊരുവിധ ആശങ്കയുമില്ലെന്ന് വ്യക്തമാക്കിയ റോഷി അഗസ്റ്റിൻ തന്റെ വിശ്വാസങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നു. വർഷങ്ങളായുള്ള മലയാറ്റൂർ തീർത്ഥാടനം തന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശ്വാസം സമൂഹത്തിനു മുന്നിൽ തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയവും വിശ്വാസവും ഒരുപോലെ കൊണ്ടുപോകുന്നതിൽ വൈരുദ്ധ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തിയാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. റോഷി അഗസ്റ്റിന്റെ ജനകീയ ഇടപെടലുകളും ഇടതുമുന്നണിയുടെ കെട്ടുറപ്പും മണ്ഡലത്തിൽ അനുകൂല തരംഗമുണ്ടാക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കേരളം ഇനി ആര് ഭരിക്കണമെന്ന വിധിയെഴുതാൻ ഇനി 6 നാളുകൾ മാത്രം. അടുത്ത ചൊവ്വാഴ്ച പരസ്യപ്രചാരണം അവസാനിക്കും. തങ്ങളുടെ താരപ്രചാരകരെ കഴിയുന്നത്ര എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ വീണ്ടും കേരളത്തിലെത്തും. പാലയിലും തിരുവനന്തപുരത്തും മോദി പ്രചരണം നടത്തും. ഭരണം നിലനിർത്തുക ലക്ഷ്യമിട്ട് ഇടതുമുന്നണി തീവ്ര പ്രചരണത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFന്റെ പ്രചാരണം നയിക്കുന്നത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പിണറായി വിജയൻ എത്തിയിരുന്നു. സംസ്ഥാന പര്യടനം പൂർത്തിയാക്കി 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് ഇന്ന് പ്രചരണത്തിലെത്തും. മുഖ്യമന്ത്രി വീണ്ടും പ്രചരണത്തിനെത്തുന്നതോടെ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ ആവേശത്തിലാണ്. UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രചാരണത്തിലെത്തി. 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം തകർത്ത് അധികാരം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ആവേശത്തിൽ സംസ്ഥാനത്ത് വീണ്ടും നിയമസഭയിലേക്ക് മികച്ച വിജയം ഉറപ്പിക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ ശ്രമം.